അങ്ങനെ വയനാടിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ CPM മന്ത്രി എന്ന മേൽവിലാസം സ്വന്തമാക്കുകയാണ് OR കേളു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാകും കേളു കൈകാര്യം ചെയ്യുക. MPയായി തെരഞ്ഞെടുക്കപ്പെട്ട K. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് VN വാസവനും പാർലമെന്ററി കാര്യം MB രാജേഷിനും നൽകി. അങ്ങനെ മാനന്തവാടിയുടെ കേളുവേട്ടൻ കേരളത്തിന്റെ മന്ത്രിയാവുകയാണ്. 2016 അന്നത്തെ UDF മന്ത്രിസഭയിലെ അംഗമായിരുന്ന PK ജയലക്ഷ്മി അട്ടിമറിച്ചാണ് OR കേളു ആദ്യമായി ചുരം കയറി നിയമസഭയിലെത്തുന്നത്. 2021 ഭൂരിപക്ഷം 3 ഇരട്ടിയാക്കി വിജയം ആവർത്തിച്ചു. എന്നും UDFന് രാഷ്ട്രീയ മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കാനായത് MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമായിരുന്നു. ആദിവാസി വിഭാഗത്തിന് തന്നെയാകും മന്ത്രിയുടെ പ്രത്യേക പരിഗണന. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാനും ചില ആശയങ്ങൾ മനസ്സിലുണ്ട്. ഒരിക്കലും വന്യമൃഗങ്ങളെ നമുക്ക് കൊല്ലാൻ വേണ്ടി പറ്റൂല, കൊല്ലുന്നത് ശരിയുമല്ല. അതിനെ നമ്മൾ മനുഷ്യരുടെ ഇടയ്ക്ക് നമ്മൾ ഈ കുടുംബാസൂത്രണം കൊണ്ടുവന്ന പോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിച്ചേ മതിയാവൂ. പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളാകും കേളു കൈകാര്യം ചെയ്യുക. എന്നാൽ K. രാധാകൃഷ്ണന് നൽകിയിരുന്ന ദേവസ്വം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകൾ മാറ്റിയതിലും പരിഭവമില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിയൊക്കെ ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. നിലവിൽ സഹകരണ തുറമുഖ വകുപ്പുകളുടെ ചുമതലയുള്ള VN വാസവനാണ് ദേവസ്വം നൽകിയത്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നിവയ്ക്ക് പുറമെ പാർലമെന്ററി കാര്യം MB രാജേഷിനും നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. വയനാട് ജില്ലയ്ക്ക് ആദ്യമായാണ് പിണറായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത്. PK ജയലക്ഷ്മിക്ക് ശേഷം ആദിവാസി വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്ന ജനപ്രതിനിധിയാണ് കേളു. 2000 തിരുനെല്ലി പഞ്ചായത്ത് അംഗമായാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.